അമ്മയ്ക്ക് എന്ന് വിഷമം തന്നെയാണ് മകന്ന് വേണ്ടിയിട്ട് ഞാൻ ആർക്കും ഏത് മക്കൾക്കും അങ്ങനെ യോഗം വരത്തല്ല. ഞാൻ കണ്ടിട്ട് ചേട്ടാ, ഞാൻ എൻ്റെ മോനെ ഒന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ചോറും നടത്തുന്ന അന്ന് കൂട്ടി പോയത് സമയത്ത് പോയത് എൻ്റെ പിള്ളേരെ കുറിച്ചു. അപ്പൊ ചേട്ടാ വൈകുമായോ ഞങ്ങളുടെ പോലീസുകാർ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്കൊക്കെ പോകണം തന്നെ അമ്പലത്തിലേക്കൊക്കെ. അപ്പൊ ഇനി വരത് വരുത്തുമോ എന്നുള്ള പേടി എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഒന്നും പറയണ്ടാവല്ലോ ഒന്നും പറ്റിയിട്ടൊന്നും കുറേ വിഷമിച്ചിട്ടുണ്ട്. വിഷമം തന്നെയാണല്ലോ മോനെ പറ്റിയിട്ട്. കാരണം ഒരു മക്കളോടും ചെയ്യാൻ പാടില്ല, ഒരമ്മമാരും കണ്ട് സഹിക്കില്ല, ഒന്നും പറയാനില്ല. ഇരുന്ന് നെഞ്ഞു പൊട്ടാനേ പാകണ്ടായുള്ളൂ. പക്ഷെ എൻ്റെ മോൻ ഒന്നും എനിക്ക് അറിയില്ല ഇത്രയൊക്കെ അവൻ യാതനകൾ അനുഭവിച്ചിട്ടുണ്ട്. എന്തെന്നാ പറയുക, ഒരുപാട് തല്ലി അവനാ ജീപ്പിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുന്നതും പിന്നെ തല്ലി അവർക്ക് എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത് നമ്മൾ സിനിമയിൽ കണ്ട മാതിരി. മോനെ കാണണം. ആ നേരത്തെ അവനോട് എന്താ പറയുക, ഇന്നലെ കണ്ടപ്പോഴാണ് ഒത്തിരി സമാധാനമായത് അവനിങ്ങനെ ഒരു ഇത് സംഭവിച്ചപ്പോൾ വിഷമമായി. അവൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവൻ നടത്തിയുണ്ടാക്കിയത്. പോലീസുകാർ തെറ്റ് ചെയ്തതിന് അവർക്ക് തക്കതായ ശിക്ഷ കിട്ടണം. പിന്നെ ജീവിക്കണ്ടേ മക്കൾക്ക്? ഇവരിങ്ങനെ തണ്ടി തരഞ്ഞ് ചെയ്താൽ പറ്റുമോ? ഒന്നാമത് നിയമം ശരിയല്ല. നമ്മുടെ അവിടെ TV വെച്ചിട്ട് ഇത് കണ്ടോട് കൂടിയിട്ട് നീ എന്തെന്നാ പറയുക, പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഇതിൽ എൻ്റെ കുട്ടീനെ ഈ നിലയ്ക്ക് തല്ലി ചതച്ചത്. അമ്മയ്ക്ക് എന്ന് വിഷമം തന്നെയാണ് മകന്ന് വേണ്ടിയിട്ട് ഞാൻ ആർക്കും ഏത് മക്കൾക്കും അങ്ങനെ യോഗം വരത്തല്ല. ഞാൻ കണ്ടിട്ട് ചേട്ടാ, ഞാൻ എൻ്റെ മോനെ ഒന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അവരോട് പറഞ്ഞു കേൾക്കുമ്പോ ഞാൻ പറയല്ലേ പറയുന്നത് പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ലേ പറയില്ല. അവൻ നമ്മളെ വീട്ടിൽ തന്നെ എപ്പോഴും ഞാനെൻ്റെ മോനെ ഉണ്ടായിരുന്ന വീട്ടില് അവൻ ചോറും നടത്തുന്ന എൻ്റെ മോൻ ചോറും നടത്തുന്ന കൂട്ടി പോയത്. ചോറും നടത്തുന്ന അന്ന് കൂട്ടി പോയത് സമയത്ത് പോയത് എൻ്റെ മോൻ ചോറുണ്ടായിരുന്നു. അത് നേരത്തെ പോയിരുന്നു. പിള്ളേരെ കുറിച്ചു. അപ്പൊ ചേട്ടാ വൈകുമായോ ഞങ്ങളുടെ പോലീസുകാർ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അവരെ കരഞ്ഞു. അങ്ങനെ ചോറും ഉണ്ണണോടത്തുനിന്ന് എൻ്റെ മോൻ ഓടി പോയതാ. പിന്നെ എൻ്റെ മോൻ വന്നിട്ട് പിറ്റേ ദിവസം കുറേ ദിവസം കഴിഞ്ഞിട്ടാ, ഒരാഴ്ച കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. ആശുപത്രിയിലൊക്കെ കേട്ടു. അപ്പോഴും അമ്മയോട് വിഷമം ഒന്നും അറിയിച്ചില്ല. ഇപ്പൊ എന്നാലും ഇപ്പോഴൊക്കെ ആരും വിശ്വാസം പറഞ്ഞ എവിടെയെങ്കിലും വെച്ചിട്ട് എൻ്റെ മോൻ എന്തിനും ആപത്ത് വരുത്തോ എന്നുള്ള പേടിക്ക് ഇപ്പോഴും ഒരിക്കലും ഇല്ല. എത്രയോ ലോകം മലയാളികൾ മുഴുവൻ മോന്റെ കൂടെ നിൽക്കുകയല്ലേ. അതെ, എന്നാലും അവര് എങ്ങനെയാന്ന് കള്ളത്തരത്തിൽ എൻ്റെ മോനെ എന്ത് ചെയ്യുമോ എന്നുള്ള പേടിക്ക് ഇപ്പോഴും എല്ലാവർക്കും. അങ്ങനെ എല്ലാവരും അങ്ങനെ സ്നേഹം ഉണ്ടാക്കും. ഇതൊക്കെ ആയിട്ട് വരുമ്പോഴേക്ക് മനസ്സിൻ്റെ അത് സന്തോഷമായിട്ട് അനുകൂലം പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ ഒറ്റയ്ക്കൊക്കെ പോകണം തന്നെ അമ്പലത്തിലേക്കൊക്കെ. അപ്പൊ ഇനി വരത് വരുത്തുമോ എന്നുള്ള പേടി എനിക്ക് ഇപ്പോഴും ഉണ്ട്. അല്ല, കല്യാണത്തോടുകൂടി നല്ലൊരു തുടക്കമാകും എങ്ങനെ പ്രാർത്ഥിക്കുക. കാരണം ഇതൊരു നല്ല അങ്ങനെ ആയി മതി. അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടില്ലേ ഇത് ഇത്രയും ആക്കി എടുക്കാനും ഒക്കെ. ഒന്നും പറയണ്ടാവല്ലോ ഒന്നും പറ്റിയിട്ടൊന്നും കുറേ വിഷമിച്ചിട്ടുണ്ട്. ഒത്തിരി വിഷമം തന്നെയാണല്ലോ മോനെ പറ്റിയിട്ട്. ഒരു അമ്പലത്തേക്ക് എൻ്റെ അമ്പലത്തേക്ക് പോവും. ഇവരുടെ വീടിൻ്റെ അടുത്ത അമ്പലം. ഇവരാണ് അമ്പലത്തിലത്തെ ആൾക്കാരൊക്കെ. അവരുടെ കയ്യിൽ എൻ്റെ മക്കളെന്ന് പറയാം. അതന്നെ അവൻ്റെ ജീവിതം ഇവരൊക്കെയാണ് അവരൊക്കെ നോക്കിയത്. അങ്ങനെയൊക്കെ അമ്പലത്തേക്ക് പോകുമ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ അമ്പലവും ഭക്തിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെറുപ്പം തൊട്ട് അവൻ അതിന് പൂജാകർമ്മങ്ങളൊക്കെ 6ൽ പഠിക്കുമ്പോൾ തുടങ്ങിയിട്ടുണ്ട്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട്. ഈ രാഷ്ട്രീയത്തിലേക്ക് വരാൻ കാരണം എങ്ങനെ? ഈ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ വർഗീസേട്ടനെ എത്തിപ്പെട്ടതിന് ശേഷമാണ് വർഗീസേട്ടൻ നിതീഷ് എന്ന് പറഞ്ഞ ആൾക്കാരെ കൂടി ഒരുമിച്ച് ഇതുപോലെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ എല്ലാവരും കൂടിയിട്ട് ഇവിടെ വന്നിട്ട് സംസാരം കാര്യങ്ങളൊക്കെ നടത്തി. അപ്പൊ ഞങ്ങൾ അങ്ങനെ മുഖാന്തരാണ് വർഗീസേട്ടനായിട്ട് ഞങ്ങൾ ഇതിലേക്ക് പ്രവർത്തനത്തിന് ഇറങ്ങിയത്. നാടിനും വീടിനൊക്കെ വേണ്ടി നല്ലത് പ്രവർത്തിക്കുന്ന ഒരു കുട്ടി. പക്ഷേ ഞങ്ങൾ ഈ ചാനലിൽ വന്നപ്പോഴാണ് അവൻ അനുഭവിച്ച യാതനകൾ കഷ്ടപ്പാടുകളൊക്കെ അവിടെ വെച്ചിട്ട് നമ്മളോട് ഇത്രയൊന്നും നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പോലീസ് ഇങ്ങനെ കൊണ്ടുപോയി അവനിതൊക്കെ ദേഹോപദ്രവം ചെയ്തു. ഇതിപ്പോൾ സാധാരണ കൊണ്ടുപോലെടുക്കലൊക്കെ അങ്ങനെ പതിവെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ ഈ TV-യിൽ വന്നപ്പോഴാണ് അവൻ അനുഭവിച്ച കഷ്ടപ്പാടും യാതനകളൊക്കെ ഞങ്ങൾ അറിഞ്ഞത്. ഇനി നാളെ ഇതുപോലെ ഒരാൾക്കും അനുഭവിക്കരുത്. ഇതിന് അവനെ നീതി കിട്ടണം. ആ പോലീസുകാരനെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് അവരെ കണ്ട കല്ലെറിയാണെന്ന്. കാരണം ഒരു മക്കളോടും ചെയ്യാൻ പാടില്ല, ഒരമ്മമാരും കണ്ട് സഹിക്കില്ല, ഒന്നും പറയാനില്ല. ഇരുന്ന് നെഞ്ഞു പൊട്ടാനേ പാകണ്ടായുള്ളൂ. പക്ഷെ എൻ്റെ മോൻ ഒന്നും എനിക്ക് അറിയില്ല ഇത്രയൊക്കെ അവൻ യാതനകൾ അനുഭവിച്ചിട്ടുണ്ട്. അവൻ നമ്മളോടൊന്നും അധികം പറഞ്ഞു. ഞങ്ങൾ വീഡിയോ ഒന്ന് ഇതിൽ കണ്ടതാണ്, TV-യിൽ കണ്ടിട്ടാണ് അവൻ അനുഭവിച്ചത്.
പിന്നെ എന്നോട് എപ്പോഴേലും സുജിത്ത് വന്ന് വിഷമം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലില്ല അങ്ങനെ മോൻ ഞങ്ങൾ കാണും, പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇങ്ങനെയൊക്കെ അനുഭവിച്ചു എന്നൊക്കെ മറ്റുള്ളവർ അവൻ്റെ അമ്മയൊക്കെ പറഞ്ഞു. എന്നാലും ഇത്രയും സീരിയസ് ആയിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തെന്നാ പറയുക, ഒരുപാട് തല്ലി അവനാ ജീപ്പിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുന്നതും പിന്നെ തല്ലി അവർക്ക് എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത് നമ്മൾ സിനിമയിൽ കണ്ട മാതിരി. അതെല്ലാം കഴിഞ്ഞിട്ടാണ് അവൻ്റെ മാല, കൈച്ചയ്യൻ, മോതിരമൊക്കെ ഇതായിട്ട് മേടിക്കുന്നത് ആ ഭാഗങ്ങളൊക്കെ. പിന്നെ ഒന്നും ഞങ്ങൾ ആ ഭാഗമേ കണ്ടില്ല. ഞാൻ ഇങ്ങനെ ഓരോരുത്തരും സംസാരിക്കണ ചാനലാണ് വെച്ചുള്ളൂ. അവൻ്റെ അവനെ തല്ലണതൊന്നും പിന്നത്തെ ആ ഭാഗമൊന്നും കണ്ടില്ല. ഞങ്ങൾ സിനിമയിലാണ് ഇങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടുള്ളൂ. നമ്മൾ ഈ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ക്രൂരമായിട്ടുള്ളൊരു ഇതൊന്നും കണ്ടിട്ടുമില്ല. അതുപോലെ ആ സമയത്ത് നമ്മളിതിപ്പോൾ കണ്ടു, അവനെ പോലീസ് പിടിച്ചപ്പോൾ എന്തെങ്കിലും അത് കഴിഞ്ഞ് ഇങ്ങനെ ഇറക്കി വന്നു. പിന്നെ ആസ്പത്രിക്ക് എടുക്കലും ഇതൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ കുന്നംകുളം എൻ്റെ ഫോൺ കംപ്ലൈൻറ്റ് വന്നപ്പോൾ പോയപ്പോഴാണ് അവിടെ ഫ്ലെക്സ് ഈ പോലീസുകാരെ മോനെ തല്ലി ചതച്ചതിൻ്റെ സുജിത്തിനെ നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെക്സൊക്കെ കണ്ടത്. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ കാര്യത്തിൻ്റെ ഗൗരവം ഇത്രയൊക്കെ ആയത്. പിന്നെ ഇപ്പോൾ ടി വിയിൽ വന്നപ്പോൾ പിന്നെ പറയും വേണ്ട, ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. മോനെ കാണണം. ആ നേരത്തെ അവനോട് എന്താ പറയുക, ഇന്നലെ കണ്ടപ്പോഴാണ് ഒത്തിരി സമാധാനമായത്. അവനെ ഇത്രയും വേദനയായിരുന്നു അവനെ കണ്ടുവിട്ട്. ഇനി ഒരാൾക്കും ഇങ്ങനത്തെ ഒരു അനുഭവം വരരുത്. ഇത്രയും എൻ്റെ മോനെ അവിടെ അതിൻ്റെ ഉള്ളിൽ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുൻപ് ഞങ്ങൾക്ക് ഇത്രയൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സാറ് പറയണ്ട് വേറെ ആൾക്കാരെ ചെയ്യാൻ മാനനഷ്ടം കൊണ്ട് അവൻ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ മാനസാന്തര രോഗിയാവുക. എന്നാലും അവൻ ഒരു അമ്പലത്തിൽ പോയി മേൽശാന്തിയൊക്കെ ആയിട്ട് ചെയ്യണ കുട്ടിയാണ്. അവൻ്റെ വീട്ടിലിരിക്കുന്ന ആ ശക്തി, അവൻ പോകുന്ന പൂജ ചെയ്യുന്ന അവിടുത്തെ ദൈവങ്ങളുടെ ശക്തി, അതാണ് അവനെ ഇന്ന് ഈ നിലയിൽ എത്തിച്ച് കൊണ്ടുവന്നത്. അതാണ് പിടിച്ചു നിർത്തിയത്. അതാണ് അവരാണ് അവനെ തുണയായിട്ട് നിന്നത്. അതാണ് മനസ്സിൻ്റെ അവൻ്റെ ഒരു ധൈര്യം, അവരുടെ ശക്തി കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ അതിനെ പറയുള്ളൂ. അവൻ്റെ ദൈവം ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമായി മാറി. അതെ. ഇനി ഒരാൾക്കും ഇങ്ങനെ ഉണ്ടാവരുത്. റിട്ടയർഡ് ആയവരുണ്ട്, മരിച്ചു പോയവരൊക്കെ ആയിട്ട്. പക്ഷെ ഇങ്ങനത്തെ ഒന്നും ക്രൂരത ഞങ്ങൾ കേട്ടിട്ടില്ല. അതന്നെ ഇത് കണ്ട ദൃശ്യം ഭയങ്കരമായിട്ട്. അതുകൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒക്കെ എത്രയായാലും അമ്മയല്ലേ, ഒരു മക്കള് എന്തായാലും മക്കളുടെ അങ്ങനെ ചെയ്ത് കാണുമ്പോൾ വിഷമം തന്നെയല്ലേ. നമുക്കുണ്ട് ഇത്ര വേദന. പിന്നെ പെറ്റ അമ്മയുടെ കാര്യം പറയാനില്ലല്ലോ. കുഞ്ഞിലെ മുതലേ ഒരു ദോഷവുമില്ലാതെ വളർത്തി. എല്ലാ കാര്യത്തിനും ഓടാനും വരാനും ചെയ്യാനും പ്രവർത്തിക്കാനും എല്ലാം എൻ്റെ മോൻ ചെയ്യാറുള്ളതാണ്. ഒരു സുഖമില്ലാത്തവർക്കായ മരുന്ന് വാങ്ങിക്കാനോ, ഇനിയിപ്പോൾ ഈ ഓണായാൽ ഈ വയസ്സായവർക്കൊക്കെ അരി, പച്ചക്കറി സാധനങ്ങൾ, അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും എടുക്കാനും എല്ലാ കാര്യത്തിനും ഇറങ്ങി വന്ന ഒരു കുട്ടി. അങ്ങനെ ഒരു തെമ്മാടിയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടല്ലേ എന്ന് നമുക്ക് പറയാം. ഇതിപ്പോൾ അതൊന്നുമല്ലേ, അങ്ങനത്തെ ഒരു മോനെയാണ്. പക്ഷേ ഞങ്ങളിപ്പോൾ കൂടുതൽ അവനെ ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ എപ്പോഴാണ് അറിയണത് മാത്രം. പോയി ഇത്രയ്ക്കൊന്നും ഞങ്ങൾ ഇതായിട്ടുണ്ടായിരുന്നില്ല. അതെ, ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾക്ക് അത് അത്ര ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സിനിമയിലൊക്കെ നമ്മൾ കണ്ട ഒരു ഇതാണ് ഞങ്ങൾക്ക് തോന്നിയത്. കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇത്രയും ഇത് അവന് അങ്ങനെ ഉണ്ടായെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങൾ ഇത്രയും സിനിമയിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ ഒരിക്കലും ഉണ്ടാവും എന്ന് വിചാരിക്കാമല്ലോ. അന്ന് ആ ടൈമിലൊക്കെ കുട്ടി പറഞ്ഞായിരുന്നു. പക്ഷേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്. ഇതേപോലെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ഭയങ്കരമായിരുന്നു കണ്ടിറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ഈ നിലയ്ക്ക് നമുക്ക് എങ്ങനെയാണ് ഒരാൾക്ക് പോയിട്ട് അവിടെ പരാതിയും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുക? നമ്മളെ കൊണ്ടൊന്നും ആരും അങ്ങനെ തുറന്ന് പറയുന്നുണ്ടാവില്ല. അതെ, ഞങ്ങൾ അപ്പൂസ്ന്നാവനെ വിളിക്കുക. അപ്പൂസ്ന്നാണ് അവനെ വിളിക്കാറ് സാധാരണ. അവ അങ്ങനെയൊന്നും വീഴാത്തത് കാരണം ഇങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റി ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. വന്ന കാരണം നമുക്ക് ഇങ്ങനെ ഒരു ഇത് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. അല്ലെങ്കിൽ നമ്മളാരും ഇങ്ങനെ അറിയില്ലല്ലോ ഇങ്ങനെ ഒരു ഇത് ഉണ്ടായി എന്നുള്ളത്. അവനൊരു പാവം കുട്ടിയാണ്, എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ്. അവനിങ്ങനെ ഒരു ഇത് സംഭവിച്ചപ്പോൾ വിഷമമായി. അവൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവൻ നടത്തിയുണ്ടാക്കിയുള്ളത്. പോലീസുകാർ തെറ്റ് ചെയ്തതിന് അവർക്ക് തക്കതായ ശിക്ഷ കിട്ടണം. ചെറുപ്പം തൊട്ട് അറിയാം. എൻ്റെ വീട് അവിടെയായിരുന്നു. ഇപ്പോൾ ഇവിടെ വീട് വെച്ചിട്ട് ഇവിടെ താമസിക്കുന്നു. ഈ പരിസരത്തുള്ള എല്ലാവരും അറിയാവുന്ന നല്ല കുട്ടിയാണ്. ചെവിട്ടത് മാത്രം അടിച്ച കാര്യം പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴാണ് ഇതൊക്കെ അറിയണത്. പിന്നെ ജീവിക്കണ്ടേ മക്കൾക്ക്? ഇവരിങ്ങനെ തണ്ടി തടഞ്ഞ് ചെയ്താൽ പറ്റുമോ? ഇനി മക്കൾ വളർന്നു വരുന്നില്ലേ? ഇവർ അത്ര വലിയ തെറ്റൊന്നും ഇവർ ചെയ്തിട്ടില്ലല്ലോ. അത്ര ക്രൂരാൻ പാടില്ല. അവർക്ക് വില ഉണ്ടാ അങ്ങനെ അവരെ തണ്ടി തടഞ്ഞ് ചെയ്താലേ?
തക്കതായ ശിക്ഷ അവർക്ക് കൊടുക്കണം, അതിന് പറയാനുള്ളൂ. ഇതിലെ കണ്ടിട്ടുള്ള ഫോണിലാണ് കണ്ടത് ഇതൊക്കെ. ഇവൻ ചെവിടുത്ത് അടിച്ചു കാര്യം മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലെ വെട്ടുംകാലൊന്നും അല്ലല്ലോ ഇപ്പോൾ എന്നിട്ട് ഇന്നലെ എങ്ങനെ ചെയ്യുന്ന പോലീസുകാർ തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണുന്നുണ്ടല്ലോ, അറിയണ്ടല്ലോ നമുക്ക്. അപ്പോൾ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. അവർ വേറെ ജോലി ചെയ്യല്ലേ, വേറെ ഒന്നാമത് നിയമം ശരിയല്ല നമ്മുടെ അവിടുത്തെ, അതാണ് ഒന്നാമത്തെ കാര്യം. എന്തു ആകാം. എത്ര പീഡന കേസുകൾ, എത്ര ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. എന്നിട്ട് അവരുടെ വലിച്ചുണ്ടോ, അവരുടെ ശിക്ഷയുണ്ടോ? നല്ല തക്കതായ ശിക്ഷ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമോ? ജനങ്ങളെ കൈകാര്യം ചെയ്യണം. ഇനി ഒരു ശിക്ഷയ്ക്കും നല്ല കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കുറ്റം ചെയ്തു തന്നെ നാട്ടുകാരുടെ അടുത്തേക്ക് വിടണം, തല്ലി കൊല്ലണം അങ്ങനത്തെ ആൾക്കാരിന്. അതെനിക്ക് പറയാനുള്ളൂ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷകരാകേണ്ട പോലീസാണ് ഈ കാണിച്ചു വിടുന്നത്. പിന്നെ എന്ത് വിശ്വസിച്ച് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റും? അതന്നെ പറയണം. മക്കൾ ഇനി വളർന്നു വരുന്നുണ്ടല്ലോ, അവരൊക്കെ തന്നെ അനുഭവിക്കേണ്ടി വരില്ലേ? ഇവർ തരം ചെയ്യണം. നമ്മൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അവരൊന്നും ഇതിപ്പോൾ വർഗീസേട്ടൻ കാരനാണ് ഇപ്പം ഇത് ലോകരെ അറിയാൻ കാരണം എന്നാ ഞാൻ പറയണെങ്കിൽ അല്ലേ. അച്ഛനെ ഇട്ടിട്ട് പോയി വേറെ കല്യാണം കഴിച്ചു. കുഞ്ഞിലെ പോയതായിരിക്കും. എന്നിട്ട് ഇവരെല്ലാം ആത്മാർത്ഥമായിട്ട് നോക്കി, ഒരു മോശാവസ്ഥയിലൊന്നും ഇവർ എത്തിച്ചില്ലല്ലോ, നല്ല രീതിയിൽ വളർന്നു. എന്നിട്ട് അവരെങ്ങനെ ചെയ്യുമ്പോൾ ആർക്കാരും സഹിക്കാൻ പറ്റില്ല. ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ പറഞ്ഞോണ്ടല്ലോ, ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഇപ്പോഴാണ് അറിയുന്നത് അല്ലേ. എന്നിട്ട് അവരെ സ്ഥലം മാറ്റിയിട്ട് അവര് ജോലി ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു വിഷമമുള്ള കാര്യം, ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം, ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം, അതാ വേണ്ടത്. അതന്നെ എന്താറിഞ്ഞ് എനിക്കിത് കണ്ടിട്ട് എനിക്ക് തന്നെ എൻ്റെ മോൻ അത്രയും നല്ലൊരു സ്വഭാവമുള്ളൊരു മോനും നാട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു കാര്യമുള്ളൊരു കുട്ടിയാണ്. ഇത് ഈ TV വെച്ചിട്ട് ഇത് കണ്ടോട് കൂടിയിട്ട് ഇനി എന്തെന്നാ പറയുക, പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഇതിലെൻ്റെ കുട്ടീനെ ഈ നിലയ്ക്ക് തല്ലി ചതച്ചത്. ഇങ്ങനെയൊന്നൊരു വാക്കുന്ന അവരൊരാളോട് പറയുക പിടിക്കൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ അടിച്ചതും ഇതൊന്നും ഇത് കണ്ടപ്പോഴല്ലേ ഞങ്ങൾക്ക് അറിയണത്. ആ കുട്ടീനെയല്ലേ ഈ നിലയ്ക്ക് ചതിച്ച് ഇങ്ങനെ. ഇത് പക്ഷെ ഇങ്ങനെ ഇത് അറിഞ്ഞു ഞങ്ങൾ, പക്ഷെ ഇങ്ങനെ അടിച്ചതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോൾ ഈ TV വെച്ചപ്പോഴാണ് ഇത് അറിയണത്. ഇത് അറിഞ്ഞപ്പോൾ എനിക്ക് വയ്യ, കേൾക്കാനും വയ്യ, കാണാനും വയ്യ. ആ നിലയ്ക്ക് എന്താ ചെയ്യുക? ഈ നിലയ്ക്ക് ഇങ്ങനെ 45 അടി അടിച്ചൊന്നും ഈ നിലയ്ക്ക് കുമ്പിട്ടിട്ട് അടിക്കലും ഒരു പോലീസുകാർ ചെയ്യണ ഈ നിലയ്ക്ക് അടിച്ചു വരുത്തിയെടുക്കുന്ന കുട്ടീനെ അവരെന്നെ അയ്യോ ഓർക്കാൻ വയ്യട്ടാ. ഇങ്ങനെ ഈ നിലയ്ക്ക് കുട്ടീനെ അടിച്ചിട്ട് നിങ്ങളോടൊക്കെ വിഷമം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾ ചോദിക്കും മോനെ കുഴപ്പമൊന്നുമില്ല. ഇല്ല അമ്മായി വിളിക്കാം. ഇല്ല അമ്മായിയെ ഒരു കുഴപ്പമില്ല, മോനെ അടിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഒരാളോട് അവൻ പറയില്ല. അത്രയും നല്ലൊരു വേണ്ട കുട്ടിയത്. ഒരു അനാവശ്യ കൂട്ടുകെട്ടോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ല. ആ കുട്ടീനെ നീ നൽകി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അടിക്കണതിന് കുഴപ്പമില്ല. ചെവിടുക്കൊക്കെ അടിച്ചിട്ട് ചെവിടൊന്നും കേൾക്കാതെ ഇല്ലേ കുട്ടിക്ക്. വിശ്വസിക്കാൻ ഒരിക്കലും പറ്റില്ല. ഇങ്ങനെ ചെയ്തത് തെറ്റാ. കൂടെ നിന്നിട്ട് ക്രൂരന്മാരായ പോലീസുകാരല്ലേ. കാണാൻ വയ്യ നമുക്ക് ഇതെന്നാ പറയാ, നെഞ്ചു വേദനയെ നമ്മളോടൊക്കെ ചിരിച്ച് നല്ല വർത്താനം പറയും. ഈ നിലയ്ക്കൊക്കെ അങ്ങനെ ചെയ്തിട്ട് അവന് വിഷമം തോന്നുന്നുണ്ടാ. അപ്പൊ അവൻ പുറത്തേക്ക് കാണിക്കണില്ല. അതന്നെ അവരെ അച്ഛനൊന്നും ചെറുപ്പം മുതൽ തന്നെ ഇതല്ലേ. അങ്ങനെ ക്ഷീപിച്ച് കഷ്ടപ്പെട്ട് മാമനും ഒക്കെയാണ് അവരെന്നെ കഷ്ടപ്പെട്ട്. ഒത്തിരി വിഷമമുണ്ട്. അച്ഛൻ വരാറില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.